ജൂലൈ 1 കാനഡ ഡേ എന്ന് പറയുന്നത് കാനഡ ഉണ്ടായ ദിവസമായിട്ട് ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ കാനഡയിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പരേഡ്സും ഫയർ വർക്ക്സും ഫെസ്റ്റിവൽ സെലിബ്രേഷനും ഒക്കെ ആയിട്ട് ഒരുപാട് ഇവൻറ്റ് സെൻറ്റർ ഉണ്ട്. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ ചൂസ് ചെയ്തത് ബ്രാംപ്ടണിൽ തന്നെയുള്ളൊരു ഫാമിലി ഫെസ്റ്റ് നടക്കുന്ന ഒരു സെൻറ്ററായിരുന്നു. അപ്പോൾ കയറി ചെന്ന് പറഞ്ഞാൽ അവിടെ വലത്ത് സൈഡിലായിട്ട് ഇങ്ങനെ ആനിമൽസിനെയൊക്കെ പെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രേഷ്മയും മാനിയും കുറേ ഇങ്ങനെ പെറ്റൊക്കെ ചെയ്തു. നമ്മുടെ നാട്ടിലെ ആടൊക്കെ തന്നെ വേറെ സംഭവമൊന്നുമില്ല. ഞാൻ ആദ്യം അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ കുറേ കരകൗശല ഉൽപ്പന്നങ്ങൾ, പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് പോലെ ഫുഡൊക്കെ കിട്ടുന്ന കടകളുണ്ട്. എല്ലാം ഇന്ത്യൻ സാധനങ്ങളായിരുന്നു കൂടുതൽ. ഇന്ത്യക്കാർ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും ഈ കാണുന്നതൊക്കെ ഇന്ത്യൻ കരകൗശല ഉൽപ്പന്നങ്ങളാണ്. അവിടെ ഞങ്ങൾ കണ്ട സ്റ്റോൾസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോളാണിത് കേട്ടോ. ഇവിടുത്തെ ജ്വല്ലറി എന്ന് പറയുന്നത് റിയൽ ഫ്ലവേഴ്സ് കൊണ്ടുണ്ടാക്കിയ ജ്വല്ലറിയാണ്. അതായത് റിയൽ ഫ്ലവേഴ്സിനെ ഡ്രൈ ചെയ്ത് ട്രീറ്റ് ചെയ്ത് കംപ്രസ് ചെയ്തിട്ടൊക്കെ അവർ ചെറിയ ചെറിയ ജ്വല്ലറി പീസസിൽ പോലും റിയൽ ഫ്ലവേഴ്സ് വയ്ക്കുന്ന ഒരു സംഭവമാണ്. ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിലും പക്ഷേ വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. പിന്നെ അവിടെ നല്ല ഒരുപാട് സ്റ്റേജ് പെർഫോമൻസുകളുണ്ടായിരുന്നു. മാജിക് ഷോയെ, പിന്നെ കുറേ മ്യൂസിക്കൽ ഷോയെ, കുറേ എൻ്റർടൈൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ നല്ല രസമായിട്ട് സമയം പോകാനുള്ള പരിപാടികളുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, ഈ കാണുന്നത്. ഇത് രസമുണ്ട് കേട്ടോ. വലിയൊരു കൊച്ചു പിള്ളേരൊക്കെ അതിൽ കയറി എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാം ടിക്കറ്റഡാണ്, ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റെക്സിൻ്റെ ഒരു വരവ്. കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഡൈനോസറിൻ്റെ രൂപം ഇട്ട് വന്നതാണെങ്കിലും പക്ഷേ ഒറിജിനൽ ഡൈനോസർ പോലെ നമുക്ക് തോന്നും. മാനിക്കൊക്കെ ആദ്യം ഇച്ചിരി പേടിയായിരുന്നു ടച്ച് ചെയ്യാനായിട്ട്. ടച്ച് ചെയ്യുമ്പോഴത്തേനും വായൊക്കെ അനക്കുന്നത് കൊണ്ട് ഇത് ഡൈനോസർ ആണോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നീങ്ങി നമ്മുടെ ബമ്പി ജമ്പിങ് ഒക്കെയുള്ള കുട്ടികളുടെ ഒരു ഏരിയ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു സത്യം മനസ്സിലായി. എല്ലാവരും റെഡാണ് ഇട്ടേക്കുന്നത്. ഞങ്ങളൊരു ചൊട്ടുമുക്കാൽ ആൾക്കാർ അവിടെ റെഡും വൈറ്റിലാണ് വന്നേക്കുന്നത്. കാനഡ ഡേയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതലും റെഡും വൈറ്റും യൂസ് ചെയ്ത് ആണ് അവർ സെലിബ്രേഷൻസ് എല്ലാം പങ്കെടുക്കുന്നത്. ഇതൊന്നും അറിയാതെ മഹാപൊട്ടന്മാരായ ഞങ്ങൾ ഇതിലൊന്നും പെടാത്ത ഏതോ കളർ ഇട്ട് പച്ചയൊക്കെ ഇട്ടുകൊണ്ട് പോയി. പക്ഷേ ഞങ്ങളുടെ കണ്ണാടിയിലൊക്കെ എവിടെയോ ഒരു റെഡ് കളർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ബാക്കി റെഡും വൈറ്റുമായി ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല. ഈ കാണുന്നതാണ് ഞങ്ങളുടെ അന്നത്തെ അട്ടയം. അങ്ങനെ ഞങ്ങൾ നീങ്ങിയത് ഫയർ വർക്ക്സ് കാണാനായിട്ടുള്ള സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഫയർ വർക്ക്സ് എന്ന് പറയുന്നത് കാനഡ ഡേ സ്പെഷ്യലാണ്. 10 മണിക്ക് തുടങ്ങുന്ന ഫയർ വർക്ക്സ് ഒരു 15 മിനിറ്റോളം ഫയർ വർക്ക്സ് ഉണ്ടാവും. ഞങ്ങൾ പോയത് ചിങ്കൂസി പാർക്കിലാണ്. 9 മണി ആയിട്ടേ ഉള്ളൂ എങ്കിലും സൺസെറ്റ് വൈകുന്ന സമയമായതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഫയർ വർക്ക്സിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട്സായ സാലിക്ക് ജാരിയൊക്കെ കുറേ നാടൻ വിഭവങ്ങൾ, അതായത് ഇലയട, നമ്മുടെ പരിപ്പ് വട, കട്ടൻ കാപ്പി, അങ്ങനത്തെ കുറേ ഐറ്റംസ് കൊണ്ടുവന്ന് ഞങ്ങൾ അതൊക്കെ നല്ല ഗുമഗുമാന്നൊരു ഷീറ്റൊക്കെ ഇട്ട് അതൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ കാണുന്നത് രസവടയാണ്. ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടാണ് ജാരി ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അതെല്ലാം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിച്ച് അപ്പോഴത്തേനും നമ്മുടെ 10 മണിയായപ്പോഴത്തേനും അവിടെ പടക്കത്തിൻ്റെ പരിപാടി, കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തൃശ്ശൂർ പൂരത്തിനൊക്കെ കാണുന്ന പോലെ അത്രയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഒരു 10, 15, 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഫയർ വർക്ക്സ് ആയിരുന്നു കേട്ടോ. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് പേര് പായൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. ഏതായാലും എല്ലാവർക്കും ഒരു നല്ലൊരു സമയമായിരുന്നു അത്രയും നേരം അവിടെ കിട്ടിയത്. അവിടെ നിന്ന് അങ്ങനെ ആ ഒരു ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു പുകമറയുടെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ പതുക്കെ ടാറ്റാ പോയി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെതിയെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് സത്യം മനസ്സിലായത്. ഈ മുഴുവൻ ആൾക്കാരും ഇറങ്ങിയിട്ട് റോഡ് ഫുള്ള് ബ്ലോക്കായിരുന്നു. 10 മിനിറ്റിൽ എത്തേണ്ട ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കി 45 മിനിറ്റ് കാണിച്ചു. ബട്ട് സ്റ്റിൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു.